അപ്പോൾ ഞാൻ മുറി ബുക്ക് ചെയ്തിരുന്നത് ബൊട്ടീക്ക് റൂംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൻ്റെയാണ്. അപ്പോൾ അത് ഈ റിപ്പബ്ലിക് സ്ക്വയറിൽ തന്നെ ഉണ്ട് എന്ന് ഞാൻ മാപ്പ് നോക്കിയും വായിച്ചും ഒക്കെ മനസ്സിലാക്കി. അപ്പോൾ അതിനകത്ത് പലരും കമൻറ്റൊക്കെ എഴുതിയിട്ടുണ്ട്, കൊള്ളാം, നല്ല ഗംഭീര മുറിയാണ്, മോഡേണാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. തന്നെയുമല്ല, നഗരത്തിൻ്റെ ഒത്ത മധ്യത്തിൽ ഇവിടെ ഒരു മുറി കിട്ടുക എന്ന് പറയുക ഭാഗ്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ വലിയ ആശംസാ വചനങ്ങളൊക്കെയാണ് എഴുതിയിട്ടേക്കുന്നത്. ഏതാണ്ട് ഒരു 6000 രൂപയാണ് ഒരു രാത്രിക്ക് നിരക്ക്. അപ്പോൾ ഞാൻ അത് കൂടുതലല്ല, കാരണം യൂറോപ്പിലൊക്കെ പ്രത്യേകിച്ച് ഒരു നഗരഹൃദയത്തിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരു മുറി അങ്ങനെ കിട്ടുക, ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ കോണാട്ട് പ്ലേസ് എന്ന് പറയുന്ന സ്ഥലത്ത് കിട്ടുന്നത് പറഞ്ഞ പോലെയാണ്. അപ്പം ഞാനത് തന്നെ ബുക്ക് ചെയ്തു. പക്ഷേ ഈ സ്ക്വയറിലേക്ക് വണ്ടി ചെല്ലില്ല. ഓ ശരി. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ഒരു റോഡിൻ്റെ മറ്റേ സൈഡിലേ വണ്ടി നിൽക്കുകയുള്ളൂ. ഈ തിരിച്ച് സ്ക്വയറിലേക്ക് വരണമെങ്കിൽ സ്ക്വയറിലൊന്ന് കാർ കയറ്റില്ല, വാഹനങ്ങൾ അനുവദിക്കില്ല, നടക്കാൻ മാത്രമേ പറ്റൂ. ഇനി മറ്റേ സൈഡിലേക്ക് അടുത്ത് കൊണ്ടുപോയി നിർത്തണമെങ്കിൽ പോലും കുറേ മുമ്പിൽ പോയിട്ട് യൂ ടേൺ എടുത്ത് തിരിച്ചു വരണം അത്രേ. അപ്പോൾ ടാക്സിക്കാരൻ ചോദിച്ചു, ഇവിടെ നിർത്തിയാൽ മതിയോ, ഇതാണ് സ്ക്വയർ, നിങ്ങൾക്ക് ഇത് റോഡങ്ങ് ക്രോസ് ചെയ്ത് അവിടെ എത്തും. ഞാൻ പറഞ്ഞു മതി. അങ്ങനെ ആ സൈഡിൽ എന്നെ ഇറക്കി വിട്ട് ഏകദേശം 800 ദിനാറ് കൂലിയും വാങ്ങി. 800 ദിനാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാണ്ട് ഒരു 650 രൂപയെ വരുന്നുള്ളല്ലോ. അത് ഏതാണ്ട് ന്യായമായ ഒരു കൂലിയാണ്. അതും വാങ്ങി അയാൾ പോയി. ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഇത് ഈ ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ എല്ലാം മുകളിൽ ഈ ബുട്ടീക്ക് റൂംസ് എന്ന് പറഞ്ഞ പേരാണ് ഞാൻ നോക്കുന്നത്. ഒരു കെട്ടിടത്തിലും പേരില്ല, അങ്ങനെ നല്ല ഒരു പേരുമില്ല. ഒടുവിൽ ഞാൻ ഈ റിപ്പബ്ലിക് സ്ക്വയറിലേക്ക് കയറി ചെന്നു. സ്ക്വയറിൻ്റെ ഓരം മുഴുവൻ, സ്ക്വയറിൻ്റെ നടുക്കൊരു ഒരു പ്രതിമയാണ്. ഒരു മിഖായിലോവ എന്ന് പറയുന്ന പഴയൊരു രാജകുമാരൻ്റെ കുതിരപ്പുറത്തിരിക്കുന്ന ഒരു പ്രതിമ, അതാണ് മൊത്തം മധ്യത്തിൽ. അതിൻ്റെ പിന്നിൽ നാഷണൽ മ്യൂസിയം, അതിൻ്റെ ഒരു സൈഡിൽ നാഷണൽ തിയേറ്റർ. ഇങ്ങനെ പ്രൗഢമായ കുറച്ച് കെട്ടിടങ്ങൾ, ചില പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിനകത്തുനിന്ന് ചില ഡ്രില്ലിങ്ങിൻ്റെയൊക്കെ ഒച്ച കേൾക്കാം.